തമ്പുരാട്ടി എന്താ പോയ പോലെ ഇങ്ങ് പോന്നേ? തിന്നാനും കുടിക്കാനില്ലാതെ അവിടെ കിടന്ന് കുടലാങ്ങി കാണും. മതി, നിർത്ത്. രണ്ടുപേരോട് കൂടി ഒരു കാര്യം പറയുക. ഏട്ടൻ പറഞ്ഞിട്ടാ ഏട്ടത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പോകുന്നത്. മനസ്സിലായോ? നിക്കടി അവിടെ. എന്ത് കൊടുത്തിട്ടാടി എന്റെ രണ്ടാൺമക്കളെയും നീ വശീകരിച്ചു വെച്ചിരിക്കുന്നത്? അതെ അമ്മേ, ഏട്ടൻ ഇവരൊരു ദേവതയാ. അമ്മയോട് പോലും ഇല്ലല്ലോ ഇത്ര സ്നേഹം. അതേ മോളെ, അതെനിക്കറിയാം. അതല്ലേ ഞാൻ പറയുന്നത്, ഇവളെല്ലാവരെയും വശീകരിച്ചു വെച്ചിരിക്കുകയാന്ന്. എന്തായാലും കുറച്ചു ദിവസം ഇവിടെ സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും പോയി കിട്ടി. വന്ന കാലെ വടി പോലെ നിൽക്കാതെ നീ പോയി നിന്റെ പണി തുടങ്ങ്. നീ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി, എന്നിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. ആശേ, നിന്നോടാ ഞാൻ ചോദിച്ചേ, നിങ്ങളുടെ വായിൽ എന്താ നാക്കില്ലേ? എന്താ മോളെ, എന്താ പ്രശ്നം? ഞാനിത് ചായ ചോദിച്ചിട്ട് എത്ര നേരമായെന്നറിയോ? ചായ കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അവരുടെ വായിൽ നാക്കില്ല. എന്താടി മോള് ചായ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ആഹാ, അപ്പൊ നിങ്ങക്ക് വാ തുറക്കാൻ അറിയാം. നീ വേഗം പോയി മോൾക്ക് ചായ ഇട്ട് കൊടുക്ക്. പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. തേയില പഞ്ചസാര ഇവിടെ ഉണ്ട്. ചായ വേണ്ടിയവരെ ഇട്ട് കുടിച്ചാൽ മതി. കണ്ടോ അമ്മേ, അവളുടെ ഒരു അഹങ്കാരം കണ്ടോ? അന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ പോയത് കണ്ടോ അവള്? ആരെ കണ്ടിട്ടാണോ അവള് ഇത്രയും നകളിക്കുന്നതെന്നേ എനിക്കിന്ന് അറിയണം. ഹായ് ഫ്രണ്ട്സ്, വെറും ഒരു ദിനം ചെലവഴിച്ചുകൊണ്ട് 1 കിലോ വരെ സ്വർണം നേടുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നാഷണൽ ഡ്രോയിലൂടെ ഇത് പൂർണ്ണമായും സാധ്യമാണ്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. www.nationaldrawUAE.com എന്ന വെബ് പേജ് സന്ദർശിക്കുക. നിങ്ങൾക്ക് അവിടെ 4 ടിക്കറ്റ് വിഭാഗങ്ങൾ കണ്ടെത്താം: AED1, AED7, AED30 ആൻഡ് AED360. AED1 ഒരു ദിവസത്തേക്ക് ഡെയിലി ഡ്രോയിലേക്ക് അഥവാ ഡെയിലി ത്രില്ലിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ 24 ഗ്രാം വരെ സ്വർണം നേടാനുള്ള അവസരമാണുള്ളത്. AED7 7 ദിവസത്തേക്കുള്ള ഡെയിലി ഡ്രോയിൽ പങ്കെടുക്കുവാൻ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കൂടാതെ പ്രതിവാര ബൂസ്റ്റഡ് ഡ്രോയ്ക്ക് പങ്കെടുക്കുവാൻ നിങ്ങൾക്കൊരു അധിക അവസരം ലഭിക്കും. അവിടെ നിങ്ങൾക്ക് 100 ഗ്രാം വരെ അധിക സ്വർണം നേടാൻ സാധിക്കുന്നതായിരിക്കും. AED30 30 ദിവസത്തേക്കുള്ള ഡെയിലി ഡ്രോയിൽ പങ്കെടുക്കുവാൻ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിലൂടെ വീക്ക്ലി ബൂസ്റ്റഡ് ഡ്രോയിലേക്ക് എക്സ്ട്രാ എൻട്രിയും മന്ത്ലി ബമ്പർ ഡ്രോയിലേക്ക് ഒരു എൻട്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ 500 ഗ്രാം വരെ സ്വർണം നേടാനുള്ള അവസരവും. AED360 ഈ ടിക്കറ്റ് ഉപയോഗിച്ച് വലുതാക്കും. പ്രതിവാര ബൂസ്റ്റർ ഡ്രോയ്ക്കും പ്രതിമാസ ബമ്പർ ഡ്രോയ്ക്കുമുള്ള അധിക എൻട്രികൾക്കൊപ്പം ഡെയിലി ഡ്രോയിൽ 360 ദിവസത്തേക്ക് ഡെയിലി എൻട്രികൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പിന്നെ മഹത്തായ സമ്മാനം, 1 കിലോ വരെ സ്വർണം നിങ്ങളുടേതാക്കാം. എന്നാൽ കാത്തിരിക്കൂ, കൂടുതലുണ്ട്. AED 360 പ്ലാനിനൊപ്പം നിങ്ങൾക്ക് 11 അധിക റൈഫിൾ ഐഡികളും ലഭിക്കും. ഇത് നിങ്ങളുടെ വിജയ സാധ്യത 12 മടങ്ങ് വർദ്ധിപ്പിക്കും. സ്വർണ്ണവില ദിനം പ്രതി ഉയരുന്നതിനാൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച നിക്ഷേപമായിരിക്കും. 360 ദിവസത്തേക്ക് വെറും 1 ദിർഹം മാത്രം ചെലവഴിക്കുകയും 423 നറുക്കെടുപ്പുകൾ നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരു ടിക്കറ്റിൽ മൊത്തം 423 നറുക്കെടുപ്പുകൾ. ഈ അവസരം പാഴാക്കരുത്. ഉടൻ തന്നെ നാഷണൽ ഡ്രോയിൽ ചെയ്തു നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൂ. www.nationaldrawUAE.com സന്ദർശിക്കുക. ഞാൻ പിന്നെ വിളിക്കാം. അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ? അതെല്ലാം അവിടെ ഇട്ടിട്ട് നീ ഇവിടെ വന്ന് നിൽക്കണോ? വാരി കഴിക്കാൻ കൈയുണ്ടല്ലോ, ആ കൈ വെച്ചതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ എന്താ? എനിക്ക് ഒരു മുതലാളിയുടെ മോളും കഴിച്ച പാത്രം കഴുകി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ആഹാ, അത് കൊള്ളാം. നീ ഇത്രയും സാമർത്ഥ്യം പറയാൻ തുടങ്ങിയോ? സാമർത്ഥ്യമൊന്നും പറഞ്ഞതല്ല. അവൾക്ക് ഇനി കഴുകാൻ വയ്യെങ്കിൽ അമ്മയ്ക്ക് അടുത്ത് കഴുകി വെച്ചല്ല എന്താ? വന്ന് വന്ന് നീ എന്നോട് തറുതല പറയാനും തുടങ്ങിയോ? ഏട്ടത്തി പറഞ്ഞാൽ എന്താ തെറ്റ്? അവള് കഴിച്ച പാത്രം അവള് കഴുകി വയ്ക്കണം, അല്ലെങ്കിൽ അവള് കഴുകുന്നതിൽ വിഷമമുള്ളവരെടുത്ത് വെച്ച് കഴുകണം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി.
ആ ചേട്ടാ, ഇന്ന് പതിവില്ലാതെ ഈ സമയത്ത്. ഏയ് ഒന്നുമില്ല. താൻ തിരക്കിലാണോ? കുഴപ്പമില്ല ഏട്ടാ, ഏട്ടൻ പറയൂ. അവിടെ ഇപ്പൊ എങ്ങനെയുണ്ട്? തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ, ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ വിഷമിക്കാതെ. പിന്നെ എനിക്ക് ചിലപ്പോൾ ഈ മാസം ലീവ് കിട്ടും. ആണോ? എന്നിട്ട് ഇപ്പോഴാണോ ഏട്ടാ പറയണേ? കൺഫേം ആയിട്ട് പറയാന്ന് കരുതി. എന്നാ ശരിടോ, തന്റെ ജോലി നടക്കട്ടെ, ഞാൻ വിളിക്കാം. ഓക്കെ ഏട്ടാ. എന്താടി ഫോണിലൊരു കൊഞ്ചിക്കൊഴയൽ? അമ്മ, ഏട്ടൻ ഈ മാസം വരുന്നുണ്ട്. വരുന്നെന്നോ? ഇത്ര പെട്ടെന്നോ? ഇപ്പൊ ഉടനെ വന്നിട്ട് എന്ത് സാധിക്കാനാ? 2 വർഷമായില്ലേ അമ്മ പോയിട്ട്. അതുകൊണ്ട് വീട് വെച്ച കടമൊക്കെ ഇനിയും ബാക്കി കിടക്കുക. അവൻ ഇങ്ങോട്ട് വന്ന് അതൊക്കെ മുടങ്ങും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവൻ പറയുന്നത് കേട്ട് ഇളിച്ചോണ്ട് ഇങ്ങനെ നിക്ക്. നിന്നേ, എന്താ നിന്റെ ഈ പാത്രം എടുക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ? ഇതൊക്കെ എടുക്കാല്ലേ ഇവരെ ഇവിടെ തിരിച്ചു വിളിച്ചോണ്ട് വന്നത്? ഏട്ടത്തെ തിരിച്ചു വന്നതേ നിന്റെ ഇച്ചിരി പാത്രം എടുക്കാനല്ല. മര്യാദയ്ക്ക് നിന്റെ കഴിച്ച പാത്രം എടുത്തോണ്ട് പോണതാ നിനക്ക് നല്ലത്. നിനക്കെന്താ മോളെ കൊണ്ട് തന്നെ പാത്രം എടുപ്പിക്കണമെന്ന്? മോള് പോയിക്കോ, അവനിങ്ങനെ പലതും പറയും. നിന്നോട് പറഞ്ഞ പാത്രം എടുക്കാൻ. നീ എന്താ ഇതെല്ലാം മാറ്റിയിട്ടിരിക്കുന്നത്? ഇത് നനയ്ക്കേണ്ട ആൾ അകത്ത് ഇരിപ്പില്ലേ? അമ്മയുടെ എന്തെങ്കിലും തുണി ഉണങ്ങി തരൂ, ഞാൻ നനച്ചിടാം. നീ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്? അതൊക്കെ മുമ്പ്, ഇനി അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഇതൊക്കെ അവളുടെ ഉത്തരവാദിത്ത. അവന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ഇനി അവളാ, അല്ലാതെ ഞാനല്ല. അപ്പൊ നീ ഒരുമ്പിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയല്ലേ? വീട്ടിലൊരു വഴക്ക് വേണ്ടാന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുമ്പോ അത് മുതലാക്കാൻ നോക്കരുത്. നീയേ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്ക്. പറ്റില്ലെങ്കിൽ മോൾ അച്ഛനോട് പറഞ്ഞ് വല്ല വേലക്കാരിയെ നിർത്തും. ഏട്ടന്റെ സപ്പോർട്ടാ അമ്മേ, അല്ലാതെ ഇവർക്ക് ഇങ്ങനൊന്നും സംസാരിക്കാനുള്ള ധൈര്യമില്ല. ഇതെന്താ നൂഡിൽസ് ഉണ്ടാക്കിയില്ലേ? എന്താടി കുന്ത പോലെ നിൽക്കുന്നത്? മോൾക്ക് നീ നൂഡിൽസ് ഉണ്ടാക്കിയില്ലേ? അവരവർക്ക് വേണ്ടത് അവരവരുണ്ടായിക്കോളും. ഞാൻ ഏട്ടത്തിനോട് പറഞ്ഞു ആർക്കും വേണ്ടി പ്രത്യേകം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന്. നിങ്ങൾ ഇങ്ങനെ ഇവർക്ക് ഓരോന്നിന് സപ്പോർട്ട് നിൽക്കുന്നോണ്ടാ ഇവരിങ്ങനെ നെഹളിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അടിമപ്പണി ചെയ്തിട്ടേ അവസാനം ഏട്ടത്തെ കളിയാക്കാനല്ലേ? ഇരിക്കടി ഇവിടെ. ഇത് മുഴുവൻ കഴിച്ചിട്ട് നീ പോയാൽ മതി. എനിക്ക് വേണ്ട. എന്താടി നിനക്ക് വേണ്ടാത്ത? നീ വിചാരിക്കുന്ന മുമ്പിൽ കൊണ്ട് ചൂട്ടാനേ ഇത് 5 സ്റ്റാർ ഹോട്ടലല്ല. ഇവിടെ ഇരിക്കടി. ഇത് മുഴുവൻ കഴിച്ചിട്ട് നീ എണീറ്റാൽ മതി. ഇരിക്കവിടെ. Hey. അച്ഛനോ? ഒരു വെച്ച കറിയിരിക്കാം. അച്ഛൻ എന്താ ഒന്നും പറയാതെ പെട്ടെന്ന്? എന്തു പറ്റി? ഒരു വിഷമം പോലെ എന്തു പറ്റി? അത് പിന്നെ മോളെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു ചെക്ക് കേസ്.
തൽക്കാലം മോളുടെ സ്വർണ്ണമൊക്കെ എനിക്കൊന്ന് തരുമോ? പണയം വയ്ക്കാനാ, വേറെ വൃത്തിയില്ല. അല്ല ഇതാരാ? ധന്യരച്ചൻ എപ്പോ വന്നു? കുറച്ചു നേരമായി. അല്ല എന്താ കേസിന്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അത് പിന്നെ അച്ഛാ ദേ ചായ. ആ എന്നാ അച്ഛാ മുഴുവനും ഉണ്ട്. പണയം വിൽക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെയ്തു. ശരി മോളെ. സ്വർണം മുഴുവൻ ഞങ്ങൾ കൊടുത്തു വിട്ടാ? കൊടുത്തു. നീ അവനോട് ചോദിച്ചിട്ടാണോ ഈ സ്വർണം മൊത്തം എടുത്തു കൊടുത്തത്? അതെന്തിനാ ചോദിക്കുന്നേ? എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അത് വേറൊരാളോട് ചോദിച്ചിട്ടാണോ കൊടുക്കേണ്ടത്? ചേട്ടൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അതെന്തേലും കൊള്ളാം. ഇങ്ങനെയുള്ള തന്നിഷ്ടങ്ങളൊന്നും ഇവിടെ നടക്കില്ല. അത് ഞാൻ അനുവദിക്കില്ല. തന്നിഷ്ടമല്ലല്ലോ, എനിക്ക് വേണ്ടി അച്ഛൻ തന്നതാ അതൊക്കെ. അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എനിക്കറിയാം. എന്തായാലും കല്യാണം കഴിപ്പിച്ചു വിട്ട പെണ്ണിന്റെ സ്വർണം പറ്റിച്ചു കൊണ്ടുപോകുന്നത് അത്ര നല്ല രീതിയല്ല. മോള് വിഷമിക്കാതെ. എന്തായാലും മോള് ചെയ്തതൊക്കെ അറിഞ്ഞ അവൻ സന്തോഷിക്കത്തല്ലേ ഉള്ളൂ. പിന്നെ എന്താ മോളെ? എന്താടോ? എന്തു പറ്റി? എന്തിനാ താൻ കരയുന്നേ? അച്ഛൻ വന്നിരുന്നു. അച്ഛന് ക്യാഷിന്റെ കുറച്ച് ആവശ്യം വന്നു. ഞാൻ എൻ്റെ ഗോൾഡ് അച്ഛന് കൊടുത്തു. അതിനെന്താ? അത് നല്ല കാര്യമല്ലേ? അതിനാണോ താൻ കരയുന്നേ? ഞാൻ അച്ഛന് ആ ഗോൾഡ് കൊടുത്തത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏട്ടനോട് ചോദിക്കാതാ കൊടുത്തതെന്ന് പറഞ്ഞ് ഇവിടെ വഴക്കായിരുന്നു. അച്ഛനെ വിളിച്ചിരുന്നു, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? അമ്മയ്ക്ക് പണം കഴിഞ്ഞേ എന്തുള്ളൂ. പക്ഷെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മയുടെ കൂടെ കൂടി ഏട്ടത്തിയൂരെന്ന് പറയുമ്പോൾ നീ ഓർത്തിട്ടുണ്ടോ ഇങ്ങനെ ഒരു അനുഭവം നിനക്കും ഉണ്ടാകുമെന്ന്? ആരെയും വില കുറച്ച് കാണരുത്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ അറിയും ആരൊക്കെ നമ്മുടെ കൂടെ കാണുമെന്ന്.